ഹായ് കുഞ്ഞുങ്ങളെ, പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയന്റ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നോക്കൂ, ജെഇ മെയിൻ 2025 കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് ആണ്. അറിയാലോ, ട്രേസിന്റെ ഒരു പ്രോപ്പർട്ടി എന്താ? ട്രേസ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? കെ ഇൻറ്റു ട്രേസ് ഓഫ് എ എന്ന് എഴുതാം. ഒരു പ്രശ്നവുമില്ല. ഇനി സാറ് പറഞ്ഞു അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടി വേണമെന്ന്. എന്താ അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടി? അഡ്ജ് ഓഫ് അഡ്ജ് എ. വാട്ട് ഈസ് അഡ്ജ് ഓഫ് അഡ്ജ് എ? ഡിറ്റേ റേസ് ടു n - 2 ഇൻറ്റു എ. ഓ സാർ, n ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണല്ലേ? യെസ്. വാട്ട് ഈസ് ഡിറ്റർമിനന്റ് കെ എ? കോൺസ്റ്റന്റ് പുറത്തേക്ക് വരുമ്പോൾ റേസ് ടു n, കോൺസ്റ്റന്റ് റേസ് ടു n ഇൻറ്റു ഡിറ്റേ. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? ഡിറ്റേ തന്നിട്ടുണ്ട്, ട്രേസ് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ബി പ്ലസ് ഡിറ്റ് ബി പ്ലസ് ട്രേസ് ബി ആണ് ചോദിച്ചത്. ഇതിൽ നിന്ന് ഞാൻ ബി എഴുതാൻ പോകുന്നു കേട്ടോ. വാട്ട് ഈസ് ബി? ബി ഈസ്, നോക്കേ, ഇവിടെ എ ആണ്. ആ എക്ക് പകരം ഇവിടെ എന്താണ് മെട്രിക്സ്? 2a ആണ്. അപ്പൊ അങ്ങനെ എഴുതുക, ഡിറ്റ് 2a n 3 - 1 പറ 2 ഇൻറ്റു എന്താ 2a. ഓക്കെ, കോൺസ്റ്റന്റ് പുറത്തേക്ക് വരുമ്പോൾ റേസ് ടു ഓർഡർ. അപ്പൊ 8 ഇൻറ്റു ബാക്കി ഡിറ്റ് എ. വാട്ട് ഈസ് ഡിറ്റ് എ? 1/2 ഇൻറ്റു 2a. സോ നമുക്ക് ബി എന്ത് കിട്ടി മക്കളെ? പറ. ബി ഈസ് 8a എന്ന് കിട്ടി. സിമ്പിൾ പരിപാടി. ബി എന്താ? 8a ആണ്. ഇനി പറ, വാട്ട് ഈസ് ഡിറ്റ് ബി? അപ്പൊ അത് ഡിറ്റ് 8a. ഓക്കെ, പ്ലസ് വാട്ട് ഈസ് ട്രേസ് ബി? അപ്പൊ അത് ട്രേസ് 8b. കാരണം ബി 8a. അപ്പൊ ബി എന്താ? 8a ആയതുകൊണ്ടാണത് കേട്ടോ. ഇനി കോൺസ്റ്റന്റ് പുറത്തേക്ക് വരുമ്പോൾ റേസ് ടു ഓർഡർ. അപ്പൊ അതെന്താ? 8³ ഇൻറ്റു ഡിറ്റ് എ. വാട്ട് ഈസ് ഡിറ്റ് എ? 1/2 കെ റേസ് ടു n ഇൻറ്റു ഡിറ്റ് എ പ്ലസ് 8 ഇൻറ്റു ട്രേസ് എ. 8 ഇൻറ്റു ട്രേസ് എ കണ്ടോ? കെ ഇൻറ്റു ട്രേസ് എ. അപ്പൊ 8 ഇൻറ്റു ട്രേസ് എ. വാട്ട് ഈസ് ട്രേസ് എ? 3. അപ്പൊ ഇതെന്ത് കിട്ടി? 256 വരും. 8³ ഇൻറ്റു 1/2 256 പ്ലസ് 24. ഓക്കെ, ആൻസർ ആയി. പറ എന്താ? 280. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിന്റ് പഠിക്കാതെ ജെഇ മെയിനിന് പോവരുത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.